ഹലോ ഗൈസ്, ഈ കണ്ണൂരുകാരും കാസർകോട്ടുകാരും ഒക്കെ രാത്രി തന്നെ വന്നിട്ട് ക്ലാസ് റൂമിലൊക്കെ സ്റ്റേ ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ പണി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വാളും പരിചയമൊക്കെ എടുത്തിട്ട് അങ്കത്തട്ടിലോട്ടാണ് ഇറങ്ങി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ സെറ്റാക്കിയിരുന്നപ്പോൾ മിസ് ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ക്ഷീണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ കൂടുമ്പോൾ ഓൾക്ക് ഫ്രൂട്ട്സും ജ്യൂസും സ്നാക്സും ഒക്കെ കൊണ്ടുപോയി കൊടുക്കാം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് അമ്മയ്ക്ക് ലാഭമായി. ഓൾക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ 5 ഉണ്ടെങ്കിലും അവിടെ എത്തുമ്പോൾ 3 മാറിയിരുന്നു. അതിപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ ഇടയിൽ റാപ്പർ എടുത്ത് മുറിക്കാൻ നോക്കുമ്പോൾ സിസേഴ്സ് കാണില്ല. കാരണം ഞങ്ങൾ വലിക്കാറില്ലല്ലോ. ഫ്രഷേ അപ്പോൾ ടൂത്ത് പിക്ക് വെച്ചിട്ടൊരു ഐഡിയ കാച്ചി ടെക്നോളജിയാ. പിന്നെ രാമേട്ടന് വിശന്നപ്പോൾ ഒരു ചായ നെയ്യപ്പൊടുത്ത് തിന്നു. അല്ലാതെ പിന്നെ വിശക്കുന്നവൻ്റെ മുന്നിൽ ബിരിയാണി കൊണ്ടുപോയി വെച്ചിട്ട് തിന്നണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കുവോ? പിന്നെ ആണെങ്കിൽ 10 സ്റ്റേജ് ഉണ്ടായി. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് ബ്ലോക്കിലാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് അപ്പുറത്തെ ഗ്രൗണ്ടിലാവും. അപ്പോൾ പിന്നെ വണ്ടി ഓടണമെങ്കിൽ ഡീസലൊക്കെ അടിക്കണം. ഇതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പം തന്നെ ഞാൻ മുൻകൂട്ടി അവരോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം ജഡ്ജസ് ആയി പോകുമ്പോൾ ഞാനും ഒന്ന് അതിലുണ്ട്. അവസാനം ചെമ്പൊക്കെ പൊട്ടിച്ച് കണ്ണും നട്ട് കാത്തിരുന്നിട്ട് ജഡ്ജസ് വന്നപ്പോൾ ഓല് ഞങ്ങളോട് പൂര ഇംഗ്ലീഷ്. ഞങ്ങൾ വിട്ടുകൊടുക്കുമോ? ഞങ്ങളും പറഞ്ഞു. ഒക്കെ കഴിഞ്ഞ് 2 വട്ടം ചോറിട്ട് എന്നോട് എച്ചം പറഞ്ഞു, അന്നെ ഞങ്ങൾ റവന്യൂ ഉണ്ടാക്കാനെ കൊടുത്താൽ അല്ലാതെ ഞങ്ങൾക്ക് എക്സ്പെൻസ് ഉണ്ടായി തരാനല്ല. ഇതുകൊണ്ടൊന്നും തളരില്ല രാമൻകുട്ടി. എന്നിട്ട് പിന്നെ കുറച്ച് വിശ്രമിച്ചാൽ വേണ്ടിയിട്ട് ഫാൻ്റെ പോയിരുന്നു. അപ്പോഴാണ് സമയം നോക്കിയത്. അടുത്ത ചായക്കുള്ള സമയമായേ. എന്നാൽ പിന്നെ അതുകൂടി കഴിഞ്ഞിട്ട് പരീക്ഷണം പോകാൻ നിർത്തി. അങ്ങനെ വന്ന കാലിൽ നിൽക്കാതെ ഒരു ചായയും കേക്കും നിന്നിട്ട് ഞങ്ങൾ പോന്നു. അപ്പോൾ ഓക്കെ, ബൈ.